ഹായ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനൽ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാനിത് ഓരോ എപ്പിസോഡ് ഞാൻ പറയുന്ന ഡ്രാമാസൊക്കെ ഓരോ എപ്പിസോഡ് ആയിട്ടല്ല പറയുന്നത്. ഇപ്പം അങ്ങനെയാണെന്ന് പറയുന്നതെങ്കിലും അത് ഒരുപാട് കൂടുതലായി പോവും. അതുകൊണ്ട് ഞാൻ ഈ ഒരു 40 എപ്പിസോഡ് ഉണ്ടെങ്കിൽ തന്നെ അതൊരു 2 വീഡിയോയിൽ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി തരാം. ഇപ്പം നമ്മൾ മൊത്തം കേൾക്കുമ്പോൾ തന്നെ ചിലവർക്കത് കാണാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി അവിടെ നഷ്ടപ്പെടും. അതുകൊണ്ട് ചിലപ്പോൾ അതൊരു മടുപ്പായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ബാക്ക് ഫ്രം ദ ബ്രിങ്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് പറയാനായിട്ട് 40 എപ്പിസോഡാണ് ഇതിനകത്ത് ടോട്ടലായിട്ടുള്ളത്. 40 എപ്പിസോഡും. പക്ഷേ 40 എപ്പിസോഡെന്ന് പറഞ്ഞാൽ കണ്ടു തീർക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഒരു 45-38 മിനിറ്റൊക്കെയാണ് ഒരു എപ്പിസോഡ് തന്നെ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഡ്രാഗൺ സ്പിരിറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഒരു അടിയാണ് നമ്മൾ കാണുന്നത്. അതായത് തന്നെ പ്രണയം നടിപ്പിച്ച്, അതായത് ഡ്രാഗൺ സ്പിരിറ്റിനെ പ്രണയം നടിപ്പിച്ച് വില്ലത്തിയാണ്. വില്ലത്തിയുടെ പേര് സൂ യിങ് എന്നാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഉള്ളൊരു ഫൈറ്റാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. ആ ഫൈറ്റിൽ ഈ വില്ലത്തിയുടെ രഹസ്യം എന്ന് പറയുന്നത് അടി ഉണ്ടാക്കാനെന്ന രഹസ്യം എന്ന് പറയുന്നത് ഈ ഡ്രാഗൺ ഒരു സ്പിരിറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഡ്രാഗൺ കിങ് ആണ്. ആളുടെ കയ്യിൽ ഒരു ഹാർട്ട് പ്രൊട്ടക്റ്റിംഗ് സ്കെയില്, അതുപോലെ തന്നെ ഡ്രാഗൻ്റെ ഹാർട്ട്, ബോഡി പാർട്സ്, അതൊക്കെയാണ് ഒരു ഡ്രാഗനെ വളരെ അതിൻ്റെ പവർ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇത് മൊത്തം ഫൈറ്റിൽ അടിച്ച് ഈ ഡ്രാഗൻ്റെ ഈ ശരീരം മൊത്തം, അതായത് 5 ബോഡി പാർട്സ് മൊത്തം പല സ്ഥലത്തായിട്ട് സീൽ ചെയ്യുകയും ആളുടെ ഹാർട്ട് കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഈ അടി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഹാർട്ട് പ്രൊട്ടക്റ്റിംഗ് സ്കെയിലുണ്ട്. അതും ഈ സൂ യിങ് അടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ ഡ്രാഗൺ ഓടിപ്പോയിട്ട് അത് അവളുടെ കയ്യിൽ കിട്ടാതിരിക്കാനായിട്ട് അത് പെട്ടെന്ന് എടുത്ത് എറിയുകയാണ് ആകാശത്തേക്കിട്ട്. ഇത് നടക്കുന്നത് 20 വർഷം മുമ്പാണ്. അപ്പോഴാണ് ഒരു കുട്ടി ഇതേപോലെ തൻ്റെ പാരൻസ് ഒഴുക്കി വിടുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ ഡ്രാഗൺ ഹാർട്ട് സ്കെയിൽ എന്ന് പറയുന്ന സാധനം ഒരു ഹാർട്ട് പ്രൊട്ടക്റ്റിംഗ് സ്കെയിലാണ്. അത് വന്ന് നേരെ ഈ കുട്ടിയുടെ ദേഹത്താണ് പതിക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ കയ്യിലാണ് ഈ ഹാർട്ട് പ്രൊട്ടക്റ്റിംഗ് സ്കെയില്. അതുപോലെ അന്ന് ഫൈറ്റ് ഉണ്ടായ സമയത്ത് ഈവൻ ആ ഡ്രാഗൻ്റെ സോള് സഹിതം വേറെ ഒരു സ്ഥലത്ത് പോയി പതിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ്, അത്രയും ക്രൂരമായിട്ടാണ് ആ സൂ യിങ് എന്ന് പറയുന്ന വില്ലത്തി അടി ഉണ്ടാക്കുകയും അവസാനം അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് നമ്മുടെ കുട്ടിയെക്കുറിച്ചാണ്. അവളാണ് നായിക. അതായത് 20 വർഷം മുമ്പ് നടന്ന കഥയിൽ ആ ഹാർട്ട് പ്രൊട്ടക്റ്റിംഗ് സ്കെയിൽ വന്ന് പതിച്ച ആ കുട്ടിയാണ് നായിക. ആ കുട്ടി ഇങ്ങനെ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ നടന്നൊക്കെ പോകുമ്പോഴിങ്ങനെ സ്പിരിറ്റ്സുകളുണ്ടല്ലോ, അവരിങ്ങനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ടാവോയിസ്റ്റുകളുണ്ടല്ലോ, അതിനകത്ത് ഒരു ചീഫുണ്ട്. 3 ചീഫ് അങ്ങനെയാണ് ഉള്ളത്. അതിനകത്ത് സെക്കൻഡ് ചീഫ് എന്ന് പറയുന്ന ആൾ ഈ കുട്ടിയെ രക്ഷിക്കുകയും അവസാനം ഈ കുട്ടിയെ കൊണ്ടുവന്ന് ആളുടെ പാലസിലോട്ട് കൊണ്ടുപോവുകയാണ്. അവിടെ കുറേ പേരുണ്ട് ഇതേപോലെ കൾട്ടിവേറ്റ് ചെയ്യുന്നവർ കുറേ പേരുണ്ട്. അപ്പോൾ അവരുടെ കൂടെ തന്നെ ഈ കുട്ടിയെയും ചേർത്ത് വളർത്തുകയാണ്. അതിനുശേഷം ഈ കുട്ടി അവിടെ തന്നെ വളർന്ന് വരുമ്പോൾ ഈ സൂ യിങ് എന്ന് പറഞ്ഞില്ലേ, അവൾക്കൊരു അനിയത്തിയുണ്ട്. അതും ഒരു ദുഷ്ടത്തി തന്നെയാണ്. അപ്പോൾ കുറേ സ്പിരിറ്റ്സിനെ കൊണ്ടുവന്ന്, നിരപരാധികളായിട്ടുള്ള സ്പിരിറ്റ്സുകളുണ്ട്. അപ്പോൾ അവരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെറുതെ അടിച്ചിട്ട് എന്തൊക്കെ പറയിപ്പിക്കുകയാണ്. ഓൾറെഡി അവിടെ കുറേ പേര് അടച്ചിട്ടേക്കാണ് സ്പിരിറ്റ്സുകൾ. അപ്പോഴും ഇതേപോലെ കുറച്ച് പാവം സ്പിരിറ്റ്സുകളെ കൊണ്ടുവന്നിട്ട് അവരെ വെറുതെ അടിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നു, നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ അടിക്കരുത് എന്ന് പറയുന്നു. പക്ഷേ ഈ വില്ലത്തി പറയുന്നു, ഇവരടിച്ചാലല്ലാതെ ഇവർ കാര്യങ്ങൾ പറയില്ല എന്ന് പറയുകയും അവസാനം ഇവർ ടാവോസ്റ്റിലുള്ള മെമ്പേഴ്സിൽ ഒരു പെൺകുട്ടി വന്ന് ഇതങ്ങനെ ചെയ്യരുത് എന്ന് പറയുകയും അവളെ അടിച്ച് നിരത്താക്കി അവളെ അടിച്ച് കൊല്ലുകയാണ്. അവൾ മരിക്കുകയാണ്. ആ അടിക്കുന്ന അടിയിൽ അവൾ മരിക്കുകയാണ്. അതിനുശേഷം നമ്മളെ നായികയ്ക്ക് സഹിക്കാൻ വയ്യാതെ നായിക വരികയും നായികേനെ പെട്ടെന്ന് ആക്രമിക്കാനായിട്ട് വില്ലത്തി തൻ്റെ ഒരു എക്യുപ്മെൻ്റ് എടുത്ത് ഇങ്ങനെ അടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും വില്ലത്തി പെട്ടെന്ന് ഒരു ഫോഴ്സ് അങ്ങ് പോവുകയാണ്. ആ ഫോഴ്സിൽ എന്തോ പവർ, ആരും അറിയാത്തൊരു പവർ എങ്ങനെ ഇവൾക്ക് കിട്ടിയെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യുകയും അവസാനം അവിടുത്തെ ചീഫ് തന്നെ ഇവളെ ആ ടവേഴ്സിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവൾ പുറത്തായിട്ട് ഇതേപോലെ ആരും ഇല്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഒരു പയ്യനെ കാണുന്നത്. ആ പയ്യൻ
അതാണ് നമ്മുടെ ഡ്രാഗൺ സ്പിരിറ്റ്. ആൾക്ക് വേറെ ഒരു പേരിലാണ്. ആളൊരു നോർമൽ മനുഷ്യനായിട്ട് നടക്കുകയാണ്. ആളുടെ ബോഡി പാർട്സുകൾ കണ്ടുപിടിക്കാനായിട്ട് ഒരു വില്ലേജിലാണ് ആൾ ജീവിക്കുന്നത്. അങ്ങനെ ഇവൾ കാണുകയും ആൾക്ക് മനസ്സിലാവും തൻ്റെ ഹാർട്ട് പ്രൊട്ടക്റ്റിംഗ് സ്കെയിൽ ഇവളിലാണുള്ളത്, ഇവളെ കൊണ്ട് ആൾക്ക് ആവശ്യമാണ്. എന്നാൽ ഇയാൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും, കഴിവുണ്ടെങ്കിലും പക്ഷെ വലിയൊരു ആ പവർ വേണമെങ്കിൽ ഇവളെപ്പോഴും കൂടെ വേണം. ഇവളുടെ ഹാർട്ടിലെ ബ്ലഡാണ് ഇയാൾക്ക് ആവശ്യം. അങ്ങനെ കുറച്ച് ഇൻസിഡൻറ്റ് വരികയും ആ ഇൻസിഡൻറ്റ് തന്നെ അവളുടെ നെഞ്ചിൽ നിന്ന് ഇങ്ങനെ കുത്തി അയാൾ ബ്ലഡ് എടുക്കുകയും ചെയ്തിട്ട് അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് വിടുന്നത്. കാരണം ഇയാൾ ഡ്രാഗൺ കിങ് ആണ്, ഇയാൾക്ക് ലോകം രക്ഷിക്കേണ്ടത് ഇയാളുടെ ഒരു കർത്തവ്യം കൂടെയാണ്. അപ്പം അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒരു കാര്യം കൊണ്ടുമല്ല. അപ്പോൾ അവിടെ നിന്ന് അവരുടെ യാത്ര തുടങ്ങണം. അവിടെ നിന്ന് അവരുടെ യാത്ര വേറൊരു സ്ഥലത്തേക്കായിരിക്കും. ആ സ്ഥലത്ത് തന്നെ നമ്മുടെ വില്ലത്തി അവിടെ കാണും. അപ്പോൾ അവിടെ ഒരു ബോഡി പാർട്ട് അപ്രതീക്ഷിതമായിട്ട് കണ്ടുപിടിക്കുകയാണ് ഡ്രാഗണും നമ്മുടെ നായികയും കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും തിരിച്ച് എടുക്കണം എന്നുള്ള ആ ഒരു ചിന്തയിൽ രാത്രി അവരവിടെ കയറുമ്പോൾ നമ്മുടെ വില്ലത്തി ഇല്ലേ, ഈ വില്ലത്തി അവിടെ വന്ന് അതും കൊണ്ട് പോവുകയാണ്. അതും കൊണ്ട് ആൾ പോവാണ്. പക്ഷേ ഡ്രാഗൺ കിങ്ങിന് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഈ ഡ്രാഗൺ കിങ് നമുക്കെന്ന് വെച്ചാൽ അറിയാലോ, ഈ ഹാർട്ട് പ്രൊട്ടക്റ്റിംഗ് സ്കെയിൽ തൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ അവസ്ഥ കുറച്ച് ദയനീയമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആൾ കൊണ്ടുപോകും. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ഈ വില്ലത്തിക്ക് ഒരു ലവറുണ്ട്. വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണ് ഈ വില്ലത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലവറുണ്ട്. ആ ലവർ ഒരു സ്പിരിറ്റുമായിട്ടാണ് സ്നേഹിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ആളെ ക്രൂരമായിട്ട് അവളെ കൊല്ലുകയാണ്. ഈ ഡ്രാഗണിൻ്റെ ബോഡി പാർട്ട് കൊണ്ട് തന്നെ എന്തൊക്കെ പവർ തന്നിലേക്ക് ആവാഹിച്ചു കൊണ്ടിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഈ ലവറിൻ്റെ സ്വയബോധം ഒക്കെ നഷ്ടപ്പെടുത്തി ഒരു സെമി കോൺഷ്യസ് രീതിയിലൊക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ സ്വന്തം ഒരു ഇഷ്ടത്തിന് ആയിട്ട് അയാളെ കൊണ്ട് അവിടെ വയ്ക്കുക, അങ്ങനെയൊക്കെയാണ് ആൾ കാണിക്കുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്ത പിന്നെ അവർ കുറേയൊക്കെ പ്ലാനൊക്കെ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അവിടെ ആ സ്ഥലത്ത് തന്നെ ഈ നമ്മുടെ നായികയുടെ കുറച്ച് ഫ്രണ്ട്സും കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ സഹായത്തോടൊക്കെ കൂടിയിട്ട് അവർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേറെ ഒരാളെയും കൂടെ അവിടെ കണ്ടുപിടിക്കും. അതാണ് നമ്മുടെ സെക്കൻഡ് ലെഡ് എന്ന് പറയുന്നത്. ആള് ഒരു ബ്ലാക്ക് ഓറഞ്ച് ഒരു ഷാഡോ അങ്ങനെ ഒരു പവറുള്ള ഒരാളാണ്. ആള് സെറ്റാണ്, പറയാലോ, ആള് സൂപ്പറാണ്. ആളവിടെ വരിക, ആൾക്ക് കണ്ടപ്പോൾ തന്നെ നമ്മൾ നായികയുടെ അടുത്ത് ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി അവിടെ ക്രിയേറ്റ് ആവും. അതിനുശേഷം ഒരുപാട് സാഹചര്യങ്ങളിലൊക്കെ ഒരു കോമ്പറ്റീഷനൊക്കെ അവിടെ വരും. അതിന് മുമ്പാണ് അപ്പോഴെല്ലാവർക്കും ഈ ആളാണ് സഹായിക്കുന്നത്. പക്ഷെ നമ്മളെ ഡ്രാഗൺ കിങ് പറയുന്നുണ്ട്, ആരെ അമിതമായിട്ട് വിശ്വസിക്കരുത്, നമുക്ക് ആരെയും വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. അത് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയാണ്, നമ്മൾ ഈ ഒരു പർപ്പസിനാണ് ഇവിടെ വന്നതെന്ന് അറിഞ്ഞാൽ ആരും നമ്മളെ കൂടെ നിൽക്കുന്നില്ല എന്ന് ഡ്രാഗൺ കിങ് പറയുകയാണ്. പക്ഷേ ഇല്ല, നായക പറയില്ല, അയാൾ നല്ല പാവപ്പെട്ടവനാണ്, അയാളെ നമ്മൾ സഹായിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ 3 പേര് യാത്ര തുടങ്ങുന്ന സമയത്താണ് പിന്നെ ഒരു ബോഡി പാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് അവിടെ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വില്ലത്തിയുടെ അടുത്തേക്ക് ഡ്രാഗൺ കിങ്ങും, ഇവളുടെ കയ്യിലല്ലേ, നമ്മളെ നായികയുടെ കയ്യിലാണ് ഹാർട്ട് പ്രൊട്ടക്റ്റിംഗ് സ്കെയിൽ ഉള്ളത്, അവൾ അതുപോലെ തന്നെ നേരെ അങ്ങ് പോയി നമ്മുടെ ആ ബോൺ ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് പവർ വിടുകയാണ്. പവർ ഇങ്ങനെ വിടുന്ന സമയത്ത് നല്ല പവറുകൾ കൊടുത്തിട്ടും അതിൽ ഒരു യൂസും പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ രണ്ടാമതുള്ള ആളുണ്ടല്ലോ, അയാൾ വന്നിട്ട് തൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് ഓറ, അതായത് ഒരു അഴുക്ക ശക്തിയാണ്, ആ ശക്തി ഇവളിലോട്ട് ആ ഒരു പവർ ഇവക്ക് കുറച്ച് കൊടുക്കുകയാണ്. അതൊരു ഡാർക്കാണ്, അതൊരു ബ്ലാക്ക് കളറിൻ്റെ ഒരു ബ്ലാക്ക് ഓറ, അങ്ങനെയാണ് ആ ഒരു പവർ. അപ്പോൾ ആ പവർ കൊണ്ട് അവൾ അത് ചെയ്യുമ്പോൾ അവളെ കയ്യിൽ ആ ഒരു ബോഡി പാർട്ട് കിട്ടുകയും അവൾ തിരിച്ച് ഡ്രാഗൻ്റെ അടുത്ത് പോവുകയും അപ്പോഴവിടെ ഫൈറ്റ് നടക്കുകയാണ്. ഡ്രാഗൻ അവശ നിലയിൽ ബ്ലഡൊക്കെ തുപ്പിയിട്ടുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. വില്ലത്തി അപ്പോഴും ഉപദ്രവിക്കാനായിട്ട് ഡ്രാഗൻ അപ്പോൾ അത് വാങ്ങിയിട്ട് തൻ്റെ ബോഡിയിലോട്ട് അത് ആവാഹിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്തും വില്ലത്തി കുറേ പേരുണ്ട്, ഇവരുടെ കൂടെ തന്നെ കുറേ പേരുണ്ടെങ്കിലും അവരുടെ പവർ കൊണ്ടിട്ടൊന്നും പറ്റുന്നില്ല. അത്രയ്ക്കും ഭയങ്കര പവറുള്ള ഒരു സ്ത്രീയാണ് ഈ വില്ലത്തി എന്ന് പറയുന്നത്. പക്ഷെ ഒടുവിൽ തൻ്റെ ലവറിനെ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നായക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അവർ പോയി ലവറിനെ പിടിച്ചോണ്ട് വന്നിട്ട് ലവറിനെ കാണിക്കുമ്പോഴത്തേക്കും വില്ലത്തി അങ്ങ് പോവും. വില്ലത്തി അവരെ കൂടെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആ ഒരു സാഹചര്യം. അങ്ങനെ ഒരു ബോഡി പാർട്ട് കിട്ടിയേക്കുകയാണ്. അതിനുശേഷം അവർ അവിടെ നിന്ന് ബായ് പറഞ്ഞിട്ട് അവരടുത്തതായിട്ട് ഡ്രാഗൺ വാലിയിലോട്ട് പോവുകയും അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവർ നേരിടേണ്ടി വരും. അതായത് അവിടെ വച്ചിട്ടാണ് നമ്മുടെ ഡ്രാഗൻ്റെ കുറേ
ഡ്രാഗനെ സേവിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അവർ കുറേ പേര്, കുറച്ച് കുട്ടികളാണ്, അവർ മൊത്തം അവിടെ ഉണ്ട്. പക്ഷെ അറിയത്തില്ല ഇതാണ് ഡ്രാഗൺ കിങ് എന്ന്. കാരണം ഡ്രാഗന് ഒരു ഇതൊന്നും ഇല്ലല്ലോ. ഡ്രാഗനെ കണ്ടാലും തൻ്റെ കൊമ്പ് സഹിതം കാണിച്ചു കൊടുത്തിട്ട് ആ കുട്ടികൾ ആരും അത് വിശ്വസിക്കുന്നില്ല. അതാണ് അവിടുത്തെ ഒരു രീതി. അപ്പോൾ അവരാരും വിശ്വസിക്കാത്ത സാഹചര്യത്തിൽ നമ്മുടെ നായിക പറയുന്നുണ്ട് ഇതാണ് നിങ്ങളുടെ ഡ്രാഗൺ കിങ്. പക്ഷേ ഇവർ ഡ്രാഗൺ വാലിയിലോട്ട് കടത്തി അവരെ വിടുന്നില്ല. പക്ഷേ ഈ യാത്രയ്ക്ക് മുമ്പ് ഈ ഡ്രാഗൺ വാലിയിലോട്ട് വരുന്ന ആ യാത്രയിൽ തന്നെ ഈ ഡ്രാഗനെ കുറിച്ചിട്ടുള്ളൊരു ഒരു കഥ അതെന്ന് പറഞ്ഞാൽ, ഒരു മരം അവിടെ അവർ കാണുകയാണ്. അവർ നടന്നു വരുന്ന സമയത്ത്, ഡ്രാഗൺ വാലിയിലോട്ട് പോകുന്ന സമയത്ത് അവരൊരു മരം അവിടെ കാണുകയാണ്. ആ മരത്തിനെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മുടെ നായിക പറയാണ്, പണ്ട് ഒരു ബാഡായിട്ടുള്ള ഒരു സ്പിരിറ്റ് എന്നെ ഇങ്ങനെ ആക്രമിക്കാൻ വന്ന സമയത്താണ് ആര് നമ്മുടെ ചീഫില്ലേ, അന്ന് ആ പാലസെറ്റ് ഹൗസിലുള്ള അയാൾ വന്ന് രക്ഷിക്കാനുള്ള സമയത്ത് പെട്ടെന്ന് എൻ്റെ പുറത്തിൽ നിന്ന് ഒരു ശക്തി ഇങ്ങനെ ഒരു ഫോഴ്സ് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെയാണ് ആ മരം മുറിഞ്ഞത് എന്ന് നമ്മുടെ നായിക പറയാണ്. അപ്പോൾ നമ്മുടെ നായകൻ പറയാണ്, അതായത് നമ്മുടെ ഡ്രാഗൺ കിങ് പറയാണ്, ഈ മരം ഇങ്ങനെ വെട്ടിയത് നീയാണോ? അപ്പം നീ കാരണമാണ് എൻ്റെ സോൾ എന്നിലേക്ക് തന്നെ വന്നത്. തൻ്റെ ആത്മാവ് തന്നെ ആ ഒരു മരത്തിലായിരുന്നു, പെട്ടെന്ന് എസ്കേപ്പ് ആയെന്ന് ഞാൻ ഫസ്റ്റിൽ തന്നെ പറഞ്ഞില്ലേ. അപ്പം അത് കിട്ടാനുള്ള കാരണം നമ്മുടെ നായികയാണ്. ചെറുപ്പത്തിൽ അറിയാതെ തന്നെ തൻ്റെ സോൾ ആ ഒരു മരത്തിലേക്ക് ആയിരിക്കുകയായിരുന്നു. അത് അടിച്ചു തകർത്ത് തൻ്റെ സോള് തൻ്റെ ബോഡിയിലോട്ട് തിരിച്ചു പോകാനുള്ള കാരണവും ഈ നായികയുടെ തന്നെയാണ്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞവർ പോവുകയാണ്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഡ്രാഗൺ വാലിയിലോട്ട് കടക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഡ്രാഗന് വളരെ സന്തോഷമായി. പക്ഷെ നമ്മളെ മൂന്നാമത് ഒരാളെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബ്ലാക്ക് ഓറയിലുള്ള ആള് അവിടെ ഇവിടെ നിന്ന് കളിക്കുകയാണ്. അപ്പോൾ ആളും കൂടെ ഇവരുടെ കൂടെ പോവുകയാണ്. ബായ് സിയാവോ ഷെങ് എന്നാണ് പേര്. അപ്പോൾ ആള് അവിടെ പോയിട്ട് നമ്മുടെ നായികയുടെ കൂടെ നടക്കുകയാണ്. അപ്പോൾ പ്രത്യേക ഒരു സാഹചര്യത്തിൽ നമ്മുടെ നായികയ്ക്ക് ഒരു ഫീലിംഗ് തോന്നുകയാണ്, ഒരു ഫീലിങ്സ് തോന്നുകയാണ്. അതായത് താൻ അയാളുമായിട്ടൊരു പ്രേമത്തിലാണ് എന്ന ആള് റിയലൈസ് ചെയ്യുകയും, പക്ഷേ നമ്മുടെ ഡ്രാഗൺ കിങ് ഫസ്റ്റ് ഒരു പ്രാവശ്യം തൻ്റെ ഫീലിങ്സ് അത് അയാൾ പറഞ്ഞപ്പോൾ, ആള് ഡ്രാഗൺ കിങ്ങിനോട് പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ ഡ്രാഗൺ കിങ് പറയാണ്, ഞാൻ ആദ്യം അകപ്പെട്ടത് ഈ ഒരു ചതിയിലാണ്. അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും ആരെയും പ്രണയിക്കാനോ ആരെയും വിശ്വസിക്കാനോ ഞാൻ പോകത്തില്ല എന്ന് ആദ്യമേ പറഞ്ഞ് റിജക്റ്റ് ചെയ്തതാണ്. പക്ഷെ രണ്ടാമത് ഇതേ ഫീലിംഗ് തന്നെ വന്നു. പക്ഷെ ഇതേപോലെ പറയാനായിട്ടുള്ള സാഹചര്യം വന്നില്ല. പക്ഷെ ആളിൻ്റെ, അതായത് ഡ്രാഗൺ കിങ്ങിൻ്റെ ഇഷ്ടത്തിനൊത്ത് നമ്മുടെ നായിക ഇതേപോലെ ആൾക്ക് ഇത് വേണോ അത് വേണോ എന്നൊക്കെ ചോദിച്ച് ആളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. പക്ഷെ ഡ്രാഗൺ കിങ്ങിന് ഒരു ഇഷ്ടമുണ്ടെങ്കിലും താനത് പറയുന്നില്ല. താൻ പ്രത്യേക ഒരു സാഹചര്യങ്ങൾ, അതായത് ഫൈറ്റ് നടന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു ഫുൾ മൂൺ ഡേ ആയിരുന്നു. അപ്പോൾ എവരി ഫുൾ മൂൺ ഡേയിലും ആൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ആൾക്കൊരു പ്രത്യേക ഒരു എനർജി വന്നിട്ട് ആൾ നല്ല പെയിനിലോട്ടാവുകയും ആൾക്ക് സറൗണ്ടിങ്ങിലുള്ള ഒന്നും ഓർമ്മയില്ലാതെ പെട്ടെന്ന് ആക്രമിക്കാനൊക്കെ പോവുകയും, ആ സാഹചര്യങ്ങളിൽ എല്ലാത്തിലും ഈ നായികയാണ് ആളുടെ കൂടെ നിന്നത്. അതുകൊണ്ട് തന്നെ ഒരു സോഫ്റ്റ് കോർണർ തോന്നുകയാണെങ്കിൽ പോലും തൻ്റെ പ്രണയം തനിക്ക് പറയാൻ പറ്റത്തില്ല. അതായത് തനിക്ക് കുറേ കർമ്മങ്ങളും അതുപോലെ തന്നെ ആദ്യം പ്രണയിച്ച് വഞ്ചിച്ചിട്ടാണ്